നിൽക്കുന്നത് മലപ്പുറത്താണ്. അവിടെ ജംഷീർ കൊടിഞ്ഞുണ്ട് വിവരങ്ങൾ നൽകാനായി. ജംഷീർ, കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് ഒരു 4 വയസ്സുകാരിക്ക് വീട്ടുമുറ്റത്ത് കളിക്കുന്നതിനിടെയൊക്കെ സൂര്യാതപം ഏറ്റിരുന്നു. അങ്ങനെ മലപ്പുറത്തെ ഇപ്പോഴത്തെ സാഹചര്യം എന്താണ് പൊതുവെയുള്ള? അനീഷ, മലപ്പുറത്ത് സൂര്യാതാപം ഏൽക്കുന്നവരുടെ എണ്ണം കൂടുതലായി വരുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ഒരാഴ്ചത്തെ പരിശോധിക്കുകയാണെങ്കിൽ 12 പേർക്ക് ഏതാണ്ട് സൂര്യാതാപം ഏൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കഴിഞ്ഞ ദിവസം ഒരു കുട്ടിയുടെ വാർത്ത വന്നിരുന്നതിന് തൊട്ടു പിന്നാലെ ഇന്നിപ്പോൾ വളാഞ്ചേരിയിൽ നിന്ന് 3ഉം 5ഉം വയസ്സുള്ള 2 കുട്ടികൾക്കും സമാനമായ രീതിയിൽ സൂര്യാതാപമേറ്റ വാർത്ത പുറത്തു വരുന്നൊരു സാഹചര്യമുണ്ട്. അതായത് കഴിഞ്ഞ 2 ദിവസത്തിനകം തന്നെ 3 കുട്ടികൾ ഉൾപ്പെടെ 5 പേർക്ക് ഇപ്പോൾ സൂര്യാതാപമേറ്റ വാർത്തയാണ് പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസം വണ്ടൂരിലാണ് വീട്ടുമുറ്റത്ത് കളിക്കുകയായിരുന്ന 4 വയസ്സുകാരിയായ ഐസ് ജോൺ എന്ന കുട്ടിക്ക് ഇത്തരത്തിൽ സൂര്യാതാപം ഏൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ആദ്യം കഴുത്തിലും കയ്യിലുമൊക്കെ ഇത്തരത്തിലുള്ള മുറിപ്പാടുകൾ വരുന്നൊരു സാഹചര്യം ഉണ്ടായപ്പോൾ ആദ്യം അവര് ചിക്കൻ ബോക്സ് ആണെന്നാണ് കരുതിയത് വീട്ടുകാർ. പിന്നീട് ആശുപത്രിയിൽ എത്തിയപ്പോഴാണ് ഇത് സൂര്യാതാപമേറ്റതാണെന്ന് മനസ്സിലാകുന്നത്. അതോടൊപ്പം തന്നെ മറ്റു 2 കുട്ടികൾ വളാഞ്ചേരിയിലാണ്. വളാഞ്ചേരി പൈങ്ങണ്ണൂരിലാണ് 2 കുട്ടികൾ, 5ഉം 3ഉം വയസ്സുള്ള 2 കുട്ടികൾക്ക് ഇത്തരത്തിൽ സൂര്യാതാപമേറ്റത്. അവരും മുറ്റത്ത് കളിക്കുകയായിരുന്നു. കഴിഞ്ഞ 2 ദിവസം മുന്നെയാണ് അവർക്ക് ആദ്യം ഇതിന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയത്. പിന്നീട് കഴിഞ്ഞ ദിവസം ഇത് കൂടി വന്നതോടുകൂടി ആശുപത്രിയിൽ പോയപ്പോഴാണ് ഇത് സൂര്യാതാപമാണെന്നുള്ള വിവരം അറിയുന്നത്. കുട്ടികളുടെ കഴുത്തിലും അതോടൊപ്പം തന്നെ പുറംഭാഗത്തും കയ്യിലുമെല്ലാം തന്നെ വലിയ തരത്തിൽ പൊള്ളലേറ്റിട്ടുണ്ട് എന്നുള്ളതാണ്. മറ്റൊന്ന്, ഒരു തൊഴിലാളിക്ക് ഇന്നലെ ഫർണിച്ചർ യൂണിറ്റിൽ ജോലി ചെയ്യുകയായിരുന്ന മങ്കട സ്വദേശിയായിട്ടുള്ള ഒരു തൊഴിലാളിക്ക് ഈ സൂര്യാതാപം ഏറ്റിരുന്നു. അദ്ദേഹം ജോലി ചെയ്തു, പ്രത്യേകിച്ച് ഷെഡിനകത്ത്, അതായത് ഒരു തുണി വലിച്ചു കെട്ടിയ ഷെഡിനകത്തായിരുന്നു അദ്ദേഹം ജോലി ചെയ്തിരുന്നത്. അദ്ദേഹത്തിനും ഇത്തരത്തിൽ സൂര്യാഘാതം ഏൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്ന് ഏറ്റവും ഒടുവിലായി ഇപ്പോൾ കരിപ്പൂർ കുമ്മണിപ്പറമ്പിൽ നിന്നാണ് മറ്റൊരു സൂര്യാതാപമേറ്റ വാർത്ത പുറത്തു വരുന്നത്. ഇന്നലെ ആശാരി ജോലി ചെയ്യുകയായിരുന്ന കുമ്മണിപ്പറമ്പ് സ്വദേശിയായിട്ടുള്ള അഖിലിനാണ് ഗുരുതരമായിട്ട് വയറിന്റെ ഭാഗത്ത് വലിയ തരത്തിലുള്ള സൂര്യാതാപം ഏൽക്കുന്ന സാഹചര്യം ഉണ്ടായത്. അദ്ദേഹം വീടിന് മുകളിൽ ജോലി ചെയ്യുകയായിരുന്നു സമയത്താണ് ഇത്തരത്തിൽ സൂര്യാതാപം ഏൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അപ്പോൾ ഇത്തരത്തിൽ സൂര്യാതാപം ഏൽക്കുന്ന ഒരു സാഹചര്യം പ്രായമായവർക്കും അതോടൊപ്പം തന്നെ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് ഇത്തരത്തിൽ സൂര്യാതാപം ഏൽക്കുന്ന സാഹചര്യം ജില്ലയിൽ ഉടനീളം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു പശ്ചാത്തലത്തിൽ കൃത്യമായ ഒരു നിർദ്ദേശം മുന്നോട്ട് വെക്കുന്നുണ്ട് ആരോഗ്യവകുപ്പും അതോടൊപ്പം തന്നെ ജില്ലാ ഭരണകൂടവും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കുട്ടികളെ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. രാവിലെ 11 മണി മുതൽ 3 മണി വരെ ഒരു കാരണവശാലും കുട്ടികളെ പുറത്തിറക്കരുത്. നമുക്കറിയാവുന്നതുപോലെ സ്കൂൾ അവധിയാണ്, ഇപ്പോൾ വേനൽ അവധി സമയമാണ്, കുട്ടികളൊക്കെ പുറത്തിറങ്ങുന്ന ഒരു ഘട്ടം കൂടിയാണ്. അതുകൊണ്ട് തന്നെ കുട്ടികളെ മാതാപിതാക്കൾ കൃത്യമായും അത് നിരീക്ഷിക്കണം എന്നുള്ളതാണ്. വലിയ ആളുകൾക്ക് പോലും താങ്ങാവുന്നതിനപ്പുറവുമാണ്. 37 ഡിഗ്രിയാണ് ചൂടെന്ന് പറയുന്നതെങ്കിൽ പോലും അതിന്റെ ഹ്യൂമിഡിറ്റിയൊക്കെ വളരെ കൂടുതലാണ്. ഒരു പക്ഷേ നമുക്ക് 40-ന് മുകളിലേക്ക് അനുഭവപ്പെടുന്നുണ്ട് ചൂട്. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ താങ്ങാവുന്നതിലപ്പുറം വലിയ ചൂടാണുള്ളത്. അതുകൊണ്ട് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അത് അവർക്ക് താങ്ങാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ രാവിലെ ഒരു 10 മണിക്ക് ശേഷം കുട്ടികൾ പുറത്തിറങ്ങുന്നത് കർശനമായി തന്നെ അത് അവരവർ സ്വയം നിയന്ത്രിക്കണം എന്നുള്ളതാണ്. വൈകുന്നേരം 3 മണിക്കും 4 മണിക്കും ശേഷമേ കുട്ടികളെ പുറത്തിറക്കാവൂ എന്നുള്ള കർശന നിർദ്ദേശം നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഗർഭിണികൾ, രോഗമുള്ളവർ, അത്തരം ആളുകളൊന്നും തന്നെ ഒരു കാരണവശാലും ഉച്ചസമയങ്ങളിൽ പുറത്തിറങ്ങരുത്. ഇനി അഥവാ ഏതെങ്കിലും സാഹചര്യത്തിൽ പുറത്തിറങ്ങേണ്ടി വരുന്നവരുണ്ട്, അവർ കൃത്യമായി മുൻകരുതലുകൾ സ്വീകരിക്കണം. സൺഗ്ലാസ്, കുട, അതോടൊപ്പം തന്നെ ധാരാളമായി വെള്ളം കുടിക്കുക, ഒഴിഞ്ഞ സ്ഥലങ്ങളിലേക്ക് മാറി നിൽക്കുക. പറഞ്ഞതുപോലെ തന്നെ വേനലവധിയാണ്, അതുകൊണ്ട് കുട്ടികൾ കളിക്കാനൊക്കെ പുറത്തേക്കൊക്കെ ഇറങ്ങും. അപ്പൊ അവരെ ശ്രദ്ധിക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. ഒപ്പം തന്നെ അധികൃതർ മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങൾ കൂടി പാലിക്കണം.